ഹായ് ഓൾ. ഈ ഒരു വീഡിയോയില് നമ്മൾ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ട്രേഡ് സെറ്റപ്പ് നോക്കാനായിട്ട് പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സൂമിലൂടെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ലൈവ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ലൈവില് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ബേസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. അതുപോലെ പ്രൈസ് ആക്ഷൻസിന്റെ വ്യൂസും നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ഈ ഒരു 15ന് ശേഷം നമ്മൾ പുതിയൊരു ബാച്ച് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ ഒരു പുതിയൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം ബാച്ച് നമ്മൾ ഈ 15ന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. Okay. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ, നാളത്തേക്കുള്ള ലെവൽസിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ, അഗെയിൻ ഇന്നൊരു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സ് നോക്കിയാൽ അഗെയിൻ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു മാർക്കറ്റ്. ഓപ്പൺ ഓപ്ഷൻ ഔട്ട്സൈഡ് റേഞ്ച് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അതായത് ഒരു റീറ്റെയിലേഴ്സ് ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓഡി ടൈപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ മാർക്കറ്റിൽ വലിയൊരു പെർഫോമൻസ് ഒന്നും കണ്ടില്ല. ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോയിന്റെ താഴെയായിട്ട് മാത്രമേ ഒരു ട്രേഡ് ഞാൻ പേഴ്സണലി നോക്കുന്നുള്ളൂ. ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് നമുക്കൊരു പി സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അതായത് 26,070 താഴെയായിട്ട് നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 25,970 ലെവൽ വരെ മാർക്കറ്റ് എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു 26,000 അതായത് 26,000 എന്ന് പറയുന്ന ലെവലിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യും. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യും. കാരണം അവിടെ പുട്ട് റൈറ്റേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പം ഓപ്ഷൻ സെല്ലേഴ്സ് ഒക്കെ ആ ഒരു ഏരിയയിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു 70 പോയിന്റ് ഉണ്ടാവും. ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 70 പോയിന്റ് നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ അപ് സൈഡിലേക്ക് എന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. അതായത് 26,184 മുതൽ 26,200 വരെയുള്ള ഒരു ഏരിയ ഞാൻ നോൺ ട്രേഡിംഗ് സോണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ മുകളിലോട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. 26,200 മുകളില് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 60 പോയിന്റ് നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലൊന്നും അല്ല. കറപ്റ്റ് സൈഡിലേക്ക് നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു വലിയ രീതിയിൽ പെർഫോം ചെയ്യാത്തൊരു മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് പെർഫോം ചെയ്തൊരു മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് അഗെയിൻ 300 ലെവലിലേക്കും 330 ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 26,300 330 ലെവലിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിൽ നിന്നാണ് റിവേഴ്സ് ആയിരിക്കുന്നത്. അപ്പം ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫർദർ ഫാള് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇന്നത്തെ ലെവൽ നോക്കുക, അതായത് 59,758 താഴെയായിട്ട് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നെക്സ്റ്റ് ഒരു ഫർദർ ഫാള് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ ആ ഒരു സോണിൽ നിന്ന് ഒരു റിജക്ഷൻ ആണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. 60,270 ലെവലാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവല്. അതേപോലെ തന്നെ ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് 60,061 ആ ഒരു ലെവൽ നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിനെ പറ്റി അതുപോലെ തന്നെ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു.